നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരയ്ക്കുന്ന പെയിന്റിംഗ് കഥകളി. അതിൻ്റെ സ്കെച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണണം. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം വളരെ സമ്പന്നമാണ്. തനതായ ധാരാളം കലാരൂപങ്ങൾ ഉള്ള നാടാണ് കേരളം. കേരളീയ കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരികതയെ ലോകമെങ്ങും കൊണ്ടെത്തിച്ച് ആദരവ് നേടിയ ഒന്നാണ് കഥകളി. ചരിത്രമനുസരിച്ച് 17-ാം നൂറ്റാണ്ടിലാണ് കഥകളി തുടങ്ങുന്നതെങ്കിലും ആ ചരിത്രം 12-ാം നൂറ്റാണ്ട് മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഇതിന്റെ ഉത്ഭവത്തിന് ചാക്യാർ കലകളും ഒരു കാരണമായിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ ബംഗാളിൽ ജീവിച്ചിരുന്ന ജയദേവൻ എഴുതിയ ഗീതാഗോവിന്ദത്തിലെ രംഗാവതാരമാണ് കഥകളിയുടെ രൂപാന്തരത്തിന് കാരണമായത് എന്ന് പറയപ്പെടുന്നു. അതായത് ഗീതാഗോവിന്ദാഭിനയത്തിന്റെ പ്രേരണയിൽ നിന്നെടുത്ത ഒരു വിനോദമാണ് കൃഷ്ണനാട്ടം. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. രാമനാട്ടത്തിന്റെ കർത്താവായ കൊട്ടാരക്കര തമ്പുരാനെയാണ് ആട്ടക്കഥാ സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത്. അക്കാലത്ത് വടക്കൻ ദിക്കുകളിൽ പ്രചാരത്തിലുള്ള അഷ്ടപതിയാട്ടത്തിന്റെയും അതിന്റെ ചുവട് പിടിച്ച് സൃഷ്ടിക്കപ്പെട്ട കൃഷ്ണനാട്ടത്തിന്റെയും രീതിയിലാണ് തമ്പുരാൻ രാമനാട്ടം രചിച്ചത്. 1555-നും 1605-നും ഇടയിലാണ് രാമനാട്ടം രചിച്ചത് എന്ന് പറയപ്പെടുന്നു. കൊട്ടാരക്കര തമ്പുരാൻ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ചു നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. കഥകളിയുടെ ഉത്ഭവത്തിന് ചാക്യാർ കലകളും കാരണമായിട്ടുണ്ട്. ചാക്യാർ കലകൾ മനസ്സിലാക്കുന്നതിനായി കൂടുതൽ ബുദ്ധിമുട്ടായതിനാൽ അത് സാധാരണക്കാരിൽ നിന്നും അകന്നു നിന്നിരുന്നു. ഈ അവസ്ഥ പരിഹരിക്കാനായാണ് കോഴിക്കോട്ടിലെ മാനവേദ മഹാരാജാവ് കൃഷ്ണനാട്ടം എന്ന നൃത്ത കലാരൂപം തയ്യാറാക്കുന്നത്. ഗീതാഗോവിന്ദത്തെ മാതൃകയാക്കി കൃഷ്ണകഥയെ ആധാരമാക്കി 8 ഭാഗങ്ങളിലായി കൃഷ്ണഗീതി എന്ന കാവ്യം അദ്ദേഹം എഴുതി. ഇത് സംസ്കൃത ഭാഷയിലായിരുന്നു. 1654-58 കാലഘട്ടത്തിലാണ് മാനവേദ രാജാവ് കൃഷ്ണനാട്ടത്തെ നിർമ്മിച്ചെടുക്കുന്നത്. ഈ നൃത്ത കലാരൂപം ജനങ്ങളെ കൂടുതൽ ആകർഷിച്ചു. നൃത്തം, ഗീതം, വാദ്യം എന്നീ 3 കാര്യങ്ങൾ സമന്വയത്തോടെ കൂട്ടിച്ചേർത്തുള്ള കലാരൂപമായതിനാൽ തന്നെ സാമാന്യ ജനങ്ങൾക്കിടയിൽ കൃഷ്ണനാട്ടത്തിന് പ്രത്യേക പ്രാധാന്യം ലഭിച്ചു. കഥകളിയുമായി ഏറെ അടുത്ത് നിൽക്കുന്ന കലാരൂപമാണ് കൃഷ്ണനാട്ടം. കഥകളിയിൽ കലാകാരന്മാർ പിറകിൽ നിൽക്കുന്ന പാട്ടുകാരനനുസരിച്ചാണ് അഭിനയം നടത്തുക. അതായത് കഥകളി കലാകാരന്റെ വാചികാഭിനയം എന്നത് പിറകിൽ നിന്ന് വരുന്ന പാട്ടുകാരന്റെ ഗാനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അതിനാൽ കാഴ്ചക്കാർക്ക് ഇവ രണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉത്തര കേരളത്തിൽ രൂപപ്പെട്ട കൃഷ്ണനാട്ടം വളരെ പ്രചാരം നേടി. ഇത് തിരുവിതാംകൂർ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനായി കൊട്ടാരക്കര തമ്പുരാൻ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ കൃഷ്ണനാട്ടത്തെ ആസ്വദിക്കാൻ കഴിവുള്ള മനുഷ്യർ തെക്കൻ മേഖലകളിൽ ഇല്ലെന്ന് പറഞ്ഞ് സാമൂതിരി ആ അപേക്ഷ തിരസ്കരിച്ചു. അപമാനിതനായ കൊട്ടാരക്കര തമ്പുരാൻ ബദൽ മാർഗങ്ങൾ തേടുകയും തുടർന്ന് രാമനാട്ടം ആവിഷ്കരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. രാമായണ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച രാമനാട്ടം പിന്നീട് കഥകളിയായി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കൃഷ്ണനാട്ടം സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടതെങ്കിൽ രാമനാട്ടം മലയാളത്തിലാണ് രചിച്ചത്. കഥകളിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കഥകളിയിൽ വാചികാഭിനയം ഇല്ലെന്നതാണ്. പാട്ടുകാർ പാടുന്നതിനനുസരിച്ച് മുദ്രകൾ പിടിച്ചുകൊണ്ടുള്ള ആംഗിക അഭിനയവും മുഖഭാവാഭിനയവും കഥകളിയെ വേറിട്ടു നിർത്തുന്നു. കഥകളിയുടെ പ്രത്യേകതയായി വേഷങ്ങൾ നിലനിൽക്കുന്നു.
പച്ച, കത്തി, താടി, കരി, മിനുക്ക്, പഴുപ്പ് എന്നിവയാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മടിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത്. നന്ദി, നമസ്കാരം. Thank you.